ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചൊരു അടിപൊളി ചെമ്മീൻ 65 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ചെമ്മീൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മൈദ അതിന് പകരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചെറുതാക്കി കഷ്ണങ്ങളാക്കി ആക്കിയിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓയിൽ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീന് നന്നായി ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി ഒന്ന് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ മൊരിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ പാകത്തിന് വേണ്ടിയിട്ട് ഇതാക്കിയെടുക്കാം. നന്നായി മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വടി പോലെ നിൽക്കും, നല്ലൊരു ഇത് കിട്ടില്ല. അപ്പം നമുക്ക് പാകത്തിന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനായതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 ഭാഗവും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
ചെമ്മീൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.